ഇറാൻ എന്ന് പറയുന്ന രാജ്യത്ത് നിന്നും അവിടുത്തെ ഭരണാധികാരി ഏതാണ്ട് ഒളിച്ചുവിലാണ് എന്നുള്ളത് നമ്മളിപ്പോൾ കേൾക്കുന്നു. അദ്ദേഹം മറ്റു രാജ്യങ്ങളിലേക്ക് ഒളിച്ചോടാനായിട്ട് ചാർട്ടർ വിമാനങ്ങൾ പോലും തിരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് നമ്മൾ ഏറ്റവും പുതിയതായി കേൾക്കുന്നൊരു കാര്യം. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രീം ലീഡർ എന്ന് പറയുന്നത് അദ്ദേഹം തിരഞ്ഞെടുക്കുന്നതല്ല, തിരഞ്ഞെടുപ്പൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ പ്രസിഡന്റ് ആവുകയും ബാക്കിയുള്ള പിന്നെ ലോക്സഭ പോലെ തന്നെ പല ബോഡികളൊക്കെ അവിടെ നിലവിൽ വരും. പക്ഷെ അതിൻ്റെയൊക്കെ മുകളിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രീം ലീഡർ എന്ന് പറയുന്നത് ആയത്തുള്ള അലി ഖൊമേനിയാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ 86 വയസ്സുണ്ട്. അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ നമ്മൾ കേൾക്കുന്നൊരു കാര്യം, സ്ഥിരീകരണമൊന്നുമില്ലെങ്കിലും അദ്ദേഹം ലക്നൗ പോലെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് പോലും അങ്ങോട്ട് പോയതാണ് അദ്ദേഹത്തിൻ്റെ കുടുംബ പേരുകൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ ആയത്തുള്ള അലി ഖൊമേനിയുടെ കീഴിലുള്ള ഭരണം എന്ന് പറയുന്നത് അവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകളെ തൂക്കിക്കൊലക്ക് വിധേയമാക്കുന്നത്, മറ്റു കൊലപാതകങ്ങൾക്കൊക്കെ വിധേയമാക്കുന്നത്. അത്തരത്തിലുള്ള പരിപാടികളൊക്കെ തന്നെ അവിടെയുണ്ട്. കാരണം അതൊക്കെല്ലാം തന്നെ ഒരു മതഭരണകൂടമാണ്. അപ്പോൾ ആ ഷിയ സുന്നി വിഭാഗങ്ങളിൽ ഷിയ ഭരണകൂടമാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ കഴിഞ്ഞ ഡിസംബർ 28-ാം തീയതി ഒരു വലിയ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടു. ആ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾക്ക് കിട്ടാവുന്ന കണക്കുകൾ, ആ കണക്കുകളൊക്കെ എത്രത്തോളം ശരിയാണെന്നറിയില്ല. കാരണം അവിടെ ഇൻ്റർനെറ്റ് വിച്ഛേദിച്ചിട്ടുണ്ട്, മാധ്യമങ്ങൾക്കൊന്നും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. പക്ഷേ അവിടെ നിന്ന് കേൾക്കുന്ന കണക്കുകൾ എന്ന് പറയുന്നത് ചില ഈ പറയുന്ന പോലെ ഹ്യൂമൻ റൈറ്റ്സ് ഫോറത്തിൻ്റെ കണക്കുകൾ പറയുന്നത് ഇപ്പം 496 പേർ സിവിലിയൻസ് ഇതിനകം കൊല്ലപ്പെട്ടിരിക്കുന്നുവെന്നും അതുകൂടാതെ 48 സെക്യൂരിറ്റി പേഴ്സൺസ് അടക്കം ഏതാണ്ട് 550-ലധികം വരുന്ന ആളുകൾ ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇതെല്ലാം കണക്ക് കിട്ടിയതാണ്. ഇറാൻ്റെ 31ഓളം പ്രവിശ്യകളിൽ 25ഓളം വരുന്ന പ്രവിശ്യകളിലേക്കും അതിരൂക്ഷമായി പ്രക്ഷോഭം പടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നമുക്കറിയാം. ചില വീഡിയോ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ കാണിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. നിങ്ങളിപ്പോൾ വെറുതെ സെർച്ച് ചെയ്ത് നോക്കിയാൽ പോലും കിട്ടും. കാരണം ഒരു പെൺകുട്ടി സിഗരറ്റ് കത്തിച്ച് വലിച്ചുകൊണ്ട് വളരെ കൂളായിട്ട് ആയത്തുള്ള അലി ഖൊമേനിയുടെ ചിത്രം കത്തിക്കുന്നത്, ഈ പറയുന്ന പോലെ തീയിടുന്നത് നിങ്ങൾക്ക് കാണാം. ഇങ്ങനെയുള്ള നിരവധി പ്രൊട്ടസ്റ്റുകൾ നിങ്ങൾക്ക് കാണാം. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ഏതാണ്ട് ഒരു 3 കൊല്ലം മുമ്പ്, അതായത് 2022-ൽ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് 2023-ലുമൊക്കെ നിരവധി വീഡിയോകൾ എടുത്തിരുന്നു. അത് ഞാൻ അന്ന് മാത്യു സാമുവലിൻ്റെ ഒപ്പം വീഡിയോ ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ചാനലിൽ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അന്ന് എന്നെ പലപ്പോഴും ആളുകൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത് ഒരു ഇറാൻ സ്പെഷ്യലിസ്റ്റ് എന്നുള്ളതിലേക്കാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് സെപ്റ്റംബർ 16-ാം തീയതി 2022-ൽ അവിടെ മഹ്സ അമിനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയെ പോലീസുകാർ പിടിച്ചുകൊണ്ടുപോയി. ആ പോലീസുകാർ പിടിച്ചുകൊണ്ടുപോയതിൻ്റെ കുറ്റം കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ അത്ഭുതം തോന്നും. അതെൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരിമാരൊക്കെ പ്രത്യേകം കേൾക്കേണ്ടതാണ്. ഇന്ത്യ അത്ര സുന്ദരമാണെന്ന് നമുക്കപ്പോൾ മനസ്സിലാവും. കാരണം ഇറാനിൽ അവരുടെ ഹിജാബ് ധരിച്ചിരുന്നപ്പോൾ ആ ഹിജാബ് കാറ്റത്തൊന്ന് ഈ പറയുന്ന പോലെ ഒരു ഇത്തിരി മാറിക്കിടന്നു. മുടിയുടെ ഒരു ചെറിയ അംശം ഒരു 1/2 ഇഞ്ച് മുടി കണ്ടു എന്നുള്ളതിൻ്റെ പേരിലാണ് കുടുംബവുമായി സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഈ പറയുന്ന പോലെ മഹ്സ ആമിനി എന്ന് പറയുന്ന പെൺകുട്ടിയെ പോലീസുകാർ ഡീറ്റെയിൻ ചെയ്ത് കസ്റ്റഡിയിലെടുത്തത്. ആ കസ്റ്റഡിയിലെടുത്ത പെൺകുട്ടിയെ പോലീസ് സ്റ്റേഷൻ അകത്തേക്ക് കൊണ്ടുപോവുകയും അതിൻ്റെ അകത്ത് നിന്ന് പോലും പുറത്തു നിന്ന് ഇവരുടെ ബന്ധുക്കൾക്കടക്കം വലിയ കരച്ചിലുകൾ കേൾക്കാമായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളെല്ലാം വന്ന് വന്നിട്ടുണ്ട്. ആ ഏറ്റവും ഒടുവിൽ പിറ്റേ ദിവസം ആ പെൺകുട്ടി കൊല്ലപ്പെട്ടു. ആ പെൺകുട്ടി കൊല്ലപ്പെട്ടതിന് ശേഷം അതിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്താനോ കൃത്യമായിട്ടുള്ള ഒരു നടപടിക്രമങ്ങളിലൂടെ പോകാനോ ഒന്നും ഈ പറയുന്ന പോലെ മതഭരണകൂടം അല്ലെങ്കിൽ ആയത്തുള്ള അലി ഖൊമേനിയുടെ ഭരണകൂടം തയ്യാറായില്ല. അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രൊട്ടസ്റ്റ്, ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ തന്നെ അപൂർവമായിട്ടുള്ള പ്രൊട്ടസ്റ്റാണ് അവിടെ നടന്നത്. ആ പ്രൊട്ടസ്റ്റ് നടക്കുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഏതാണ്ട് 73% വരുന്ന സ്ത്രീകളാണ് പ്രൊട്ടസ്റ്റിന് വേണ്ടി ഇറങ്ങിയത് എന്നുള്ളതാണ് ഒരു പ്രത്യേകതയെങ്കിൽ സ്കൂളുകൾ ഉപേക്ഷിച്ചുകൊണ്ട് കുട്ടികളൊക്കെ തന്നെ 17, 16 വയസ്സുള്ള കുട്ടികളൊക്കെ തന്നെ ആ പ്രക്ഷോഭത്തിന് ഇറങ്ങുകയും അവർ ഹിജാബുകൾ വലിച്ചെറിയുകയും ചെയ്തുകൊണ്ടുള്ള ഇറാൻ്റെ ചരിത്രത്തിലില്ലാത്ത രീതിയിലുള്ള പ്രക്ഷോഭമാണ് നടത്തിയത്. ആ പ്രക്ഷോഭത്തെ നേരിടാൻ പോലും അവിടുത്തെ സൈന്യം, IRGC എന്ന് പറയുന്ന അവരുടെ സൈന്യമുണ്ട്, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ്, അവരടക്കം മടിക്കുന്നുവെന്നും കാരണം അവരുടെ മക്കളടക്കം ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ള വാർത്തകളൊന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വളരെ വിശദമായി നിരവധി വീഡിയോകൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അന്ന് തന്നെ ഞാൻ ആ വീഡിയോകൾ അവസാനിപ്പിക്കുമ്പോൾ ആ പ്രൊട്ടസ്റ്റ് ഏതാണ്ട് അവസാനിച്ചു, അതിനെ അടിച്ചമർത്തി എന്ന് പറയുമ്പോൾ പോലും ഞാൻ പറഞ്ഞിരുന്നു ഈ കനൽ ഇതൊരു തരിയായി അവിടെ കിടക്കും, അത് തീയായി ആളിക്കത്താൻ അധിക നാളെടുക്കില്ല, ചിലപ്പോൾ 2-3 കൊല്ലങ്ങൾ എടുത്തേക്കാം എന്ന് വളരെ കൃത്യമായി പറഞ്ഞ ഒരാളാണ് ഞാൻ. ഏതാണ്ട് ഇപ്പോൾ അത് തന്നെ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അടിച്ചമർത്തലുകളെ ജനം ഒരിക്കലും സഹിക്കില്ല
കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്ന് തന്നെ ആ പ്രക്ഷോഭത്തെ നേരിടാൻ ഗവൺമെൻറ്റിന് കഴിയാതെ ഗവൺമെൻറ് ഒന്ന് പതുക്കെ പുറകോട്ട് വലിയുകയും പിന്നീട് ഹിജാബ് ധരിച്ചോ എന്ന് നോക്കാനൊന്നും, ഹിജാബ് ധരിച്ചോ എന്ന് മാത്രമല്ല സ്ത്രീകളുടെ വസ്ത്രധാരണം നോക്കാൻ വേണ്ടി തന്നെ അവിടെ മത പോലീസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഡിവിഷനുണ്ട്, പോലീസുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു പോലീസിൻ്റെ സംവിധാനം ആകെ സ്ത്രീകളുടെ വസ്ത്രങ്ങൾ എങ്ങനെയാണ് ധരിച്ചേക്കണമെന്ന് നോക്കാൻ വേണ്ടി മാത്രമാണ്. അങ്ങനെയുള്ള ആ പോലീസ് പിന്നീട് വഴികളിൽ നിന്ന് ഹിജാബ് മാറിക്കിടന്നാലൊന്നും ആളുകളെ പിടിച്ചുകൊണ്ട് പോകാതിരിക്കുകയും പകരം നിങ്ങൾ അറിയേണ്ടത് ക്യാമറകൾ സ്ഥാപിച്ച് അവർക്ക് ഫൈൻ ഈടാക്കുകയും ചെയ്തു എന്നുള്ളതാണ് വാസ്തവം. ഇതൊക്കെ തന്നെ ആ രാജ്യത്ത് വലിയ പ്രശ്നങ്ങളുണ്ടാക്കി. കാരണം ഹിജാബ് ധരിക്കാത്ത ചില സ്ത്രീകളുടെ പുറത്ത് ചില വളരെ യാഥാസ്ഥികരായിട്ടുള്ള ആളുകൾ യോഗട്ടൊക്കെ എടുത്ത് തലയിൽ കമഴ്ത്തുന്നത് നമ്മൾ കണ്ടു, അവർ തിരിച്ചടിക്കുന്നത് നമ്മൾ കണ്ടു. ഇങ്ങനെ വലിയ തോതിൽ ഉള്ള പ്രക്ഷോഭമാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. അതിനുശേഷവും അതിന് അലയൊലികൾ അവിടെ സമൂഹത്തിൽ നിലനിന്നിരുന്നു എന്നുള്ളത് നമ്മളറിയണം. അപ്പോൾ ആ സമയത്താണ് യഥാർത്ഥത്തിൽ ഇറാനിൽ വലിയ തോതിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ കൂടി വരുന്നത്. നേരത്തെ തന്നെ ആ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. 2022 അവരുടെ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് 27%. ഏതാണ്ട് പോവർട്ടി എന്ന് പറയുന്നത് 23.8% എൻ്റെ ഓർമ്മയിൽ നിന്ന് പറയുകയാണ്. പക്ഷേ ഇപ്പോൾ അതെല്ലാം തന്നെ പോവർട്ടി 30%-ലധികം ആളുകൾ വലിയ ദാരിദ്ര്യരേഖയിലേക്ക് മാറുകയും വലിയ തോതിൽ തൊഴിലില്ലായ്മ ഉണ്ടാവുകയും ട്രേഡേഴ്സ് തന്നെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ് ട്രേഡേഴ്സ് എന്ന് പറയുന്നത്, വ്യാപാരികളെന്ന് പറയുന്നത്, അവരൊക്കെ തന്നെ വലിയ തോതിൽ പ്രതിഷേധമുണ്ടാവുകയും ചെയ്തു. കാരണം അവിടെയുള്ളത് അഭൂതപൂർവമായ വിലക്കയറ്റമാണ്. ഞാൻ ചില കണക്കുകൾ നിങ്ങളോട് പറഞ്ഞാൽ അവരെ $1 നേരത്തെ അവിടെ ഉണ്ടായിരുന്നത് 43,000 രൂപയായിരുന്നുവെങ്കിൽ ഇപ്പോൾ $1 വെറും 14,20,000 രൂപ കൊടുത്താൽ മതി. എത്രയുണ്ട് വ്യത്യാസമെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എത്ര വലിയ ഇൻഫ്ലേഷനാണ്, എത്ര വലിയ പണപ്പെരുപ്പമാണ്, എത്ര വലിയ വിലക്കയറ്റമാണ് അവിടെ ഉണ്ടായത് എന്നുള്ളത് നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലാവും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡിസംബർ 8 ഇതിനെ പ്രവോക്ക് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട സംഭവം ഉണ്ടായി. അത് അവിടുത്തെ മനുഷ്യാവകാശ പ്രവർത്തകനും അത് അഭിഭാഷകനുമായിട്ടുള്ള ഡോക്ടർ ഗൊബ്രോ അലി ഖോർദി എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം ഡിസംബർ 8 മരണം വരിച്ചു, കൊല്ലപ്പെട്ടു. അത് തന്നെ വളരെ ദുരൂഹതയുള്ള ഒരു കൊലപാതകമാണ് എന്നുള്ള നിലക്ക് വലിയ പ്രക്ഷോഭവും വലിയ തോതിലുള്ള രോഷവും ഒക്കെ ചെറുപ്പക്കാരിലുണ്ടാക്കി. അതുകൂടാതെയാണ് നിങ്ങൾ അറിയേണ്ടത്, ഈ കഴിഞ്ഞ ദിവസം 2025 ഡിസംബർ 28 ഒരു കടയടപ്പ് സമരം നടത്തി. ആ കടയടപ്പ് സമരം നടത്തിയത് ഗ്രാൻഡ് ബസാറിലെ കച്ചവടക്കാരായിട്ടുള്ള ആളുകളാണ്. ഈ ഗ്രാൻഡ് ബസാറിലെ കച്ചവടക്കാർക്കൊരു വലിയ പ്രത്യേകത കൂടിയുണ്ട്. അത്തരത്തിലുള്ള കച്ചവടക്കാരൊക്കെ തന്നെ ബാക്ക് ചെയ്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ 1979 ഷാ മുഹമ്മദ് റിസ് അൽവി എന്ന് പറയുന്ന ആ ഒരു നേരത്തെ ഷാ ഭരണകൂടത്തെ തകർത്തെറിഞ്ഞുകൊണ്ട് ഈ പറയുന്ന ഇപ്പോഴുള്ള ഭരണകൂടം നിലവിൽ വന്നത് എന്ന് നിങ്ങൾ മറന്നു പോകരുത്. ഷാ ഭരണകൂടമൊക്കെ ഇതിനേക്കാൾ എത്ര ഭേദമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ജനങ്ങൾ അവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഇത്തരത്തിൽ വലിയ തോതിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ അവർ നേരിട്ടു. ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടുന്നതിന് ഒരു ചെറിയ ചരിത്രവും കൂടി നിങ്ങൾ അറിയേണ്ടതുണ്ട്. അത് ബറാക്ക് ഹുസൈൻ ഒബാമ അമേരിക്ക ഭരിക്കാൻ വേണ്ടി വന്നപ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിൽ UN രക്ഷാസമിതിയിലെ 5 സ്ഥിരാംഗങ്ങളും ജർമ്മനിയും ഇറാനുമായി ഒരു കരാർ ഒപ്പിടുകയും ഏതാണ്ട് ഇറാനിലെ ഉപരോധങ്ങളൊക്കെ ചില അഴിവ് വരുത്തി കൊടുക്കുകയും ഇളവുകൾ നൽകുകയും ഒക്കെ ചെയ്തു. പക്ഷെ അതിനുശേഷമാണ് ഇത്തവണയല്ല കേട്ടോ നിങ്ങൾ അറിയേണ്ടത്, ആദ്യത്തെ ട്രംപ് അധികാരത്തിലേക്ക് വരുന്നത്. അതായത് ഡൊണാൾഡ് ട്രംപ് ആദ്യമായി അധികാരത്തിലേക്ക് വരുന്ന സമയത്ത് ഡൊണാൾഡ് ട്രംപ് ഈ പറയുന്ന ഉപരോധം വീണ്ടും ഏർപ്പെടുത്തുകയും ഈ കരാറിൽ നിന്ന് അങ്ങനെ തന്നെ പിന്മാറുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ പിന്മാറുകയും ഈ ഉപരോധമെല്ലാം ഏർപ്പെടുത്തുകയും ചെയ്തപ്പോൾ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു. സാമ്പത്തികമായ നിരവധി പ്രശ്നങ്ങളുണ്ട്. കൂടാതെ ഇതുപോലെ തന്നെ അവർക്ക് വലിയ തോതിൽ ഇപ്പോൾ ആയുധമടക്കമുള്ള നിരവധി കാര്യങ്ങളിൽ, ടെക്നോളജി അടക്കമുള്ള കാര്യങ്ങളിൽ അവർ ഒരുപാട് പുറകിലേക്ക് പോയി. അതിന് ഞാൻ നിങ്ങളോട് ചെറിയ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ അവരുടെ 8ാമത്തെ പ്രസിഡൻ്റായിരുന്ന ഇബ്രാഹിം റെയ്സി ഇറാനിയൻ്റെ എയർഫോഴ്സിൻ്റെ ഒരു ഹെലികോപ്റ്റർ തകർന്ന് കൊല്ലപ്പെടുന്നുണ്ട്. ഉഴി എന്ന് പറയുന്ന ഒരു അസർബൈജാൻ്റെ അടുത്തുള്ള ഒരു വില്ലേജിൽ വെച്ചിട്ടാണ് അത് കൊല്ലപ്പെടുന്നത്. അത് 8th പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം കൊല്ലപ്പെടുന്നത്. ആ കൊല്ലപ്പെടുമ്പോൾ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഹെലികോപ്റ്റർ എന്ന് പറയുന്നത് US ആർമി നിർമ്മിച്ചതാണ്. എപ്പോഴാണ് നിങ്ങൾക്കറിയാം, 1960കളിൽ നിർമ്മിച്ചതാണ് കനേഡിയൻ മിലിറ്ററിക്ക് വേണ്ടി. അപ്പോൾ അന്നേരം മേടിച്ച എക്യുപ്മെൻറ്റ്സ് ഒക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇവരുടെ കയ്യിലിരിപ്പ് വളരെ മോശമാണ്. കാരണം ഇവർ അതിനനുസരിച്ചൊന്നുമല്ല പെരുമാറുന്നത്. കാരണം ഇവരുടെ ഒരു വലിയ സേനയുണ്ട്. ആ സേനയുടെ പേരെന്ന് പറയുന്നത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് എന്നാണ്. ഈ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ആയത്തുള്ള അലി ഖൊമൈനിയുടെ ഒരു പ്രൈവറ്റ് മിലിറ്ററി പോലെയാണ്. അതായത് രാജ്യത്തെ സംരക്ഷിക്കുക എന്നുള്ളതല്ല അവരുടെ ഉദ്ദേശം. അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ അധികാരികളെ സംരക്ഷിച്ച് നിർത്തുക എന്നുള്ളതാണ്. അതിലേതാണ്ട് 1,90,000 പേരുണ്ട്. അതിൽ തന്നെ ഒരു ഡിവിഷൻ ഉണ്ട്. ആ ഡിവിഷൻ്റെ പേരാണ് ക്വഡ് എന്ന് പറയുന്ന QD എന്ന് പറയുന്ന ഒരു ഡിവിഷൻ.
ആ ഡിവിഷൻ യഥാർത്ഥത്തിൽ അവരുടെ യഥാർത്ഥ പണി എന്ന് പറയുന്നത് ടെററിസം, അതായത് മറ്റു രാജ്യങ്ങളിലേക്ക് ഈ പറയുന്ന പോലെ ഇസ്ലാമിക് അജണ്ടകൾ കയറ്റി അയക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ടായിരുന്നത്. അത് യഥാർത്ഥത്തിൽ അവർ ചെയ്തുകൊണ്ടിരുന്നത് ഗാസയിലേക്ക്, ലെബനോണിലേക്ക്, സിറിയയിലേക്ക്, ഇറാഖിലേക്ക്, യമനിലേക്കെല്ലാം തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്തിരുന്നു. കൂടാതെ മറ്റു രാജ്യങ്ങളിലുമെല്ലാം എന്ന് പറഞ്ഞാൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളടക്കം നിരവധി രാജ്യങ്ങളിലേക്ക് ഇവർ ഇതേ പണി തന്നെ ചെയ്തുകൊണ്ടിരുന്നു. അവർക്ക് ഫണ്ട് ചെയ്യും, അവരെ ട്രെയിൻ ചെയ്യും, അവിടെ യുദ്ധങ്ങൾ ഉണ്ടാകാൻ വേണ്ടി സഹായിക്കും എന്നുള്ളതാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ ഇറാൻ ഭരണകൂടം മനസ്സിലാക്കാതെ പോയൊരു കാര്യം, ഇവരുടെ മിലിറ്ററിയിലേക്ക് വലിയ തോതിൽ, ഞാൻ നേരത്തെ തന്നെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, വലിയ തോതിൽ യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ മൊസാദ് എന്ത് ചെയ്തിരുന്നു, ഇൻഫിൽട്രേറ്റ് ചെയ്തിരുന്നു. ആ ഇൻഫിൽട്രേറ്റ് ചെയ്തതിൻ്റെ 2 എക്സാമ്പിൾസ് നമുക്ക് കൃത്യമായിട്ട് കാണാം. ഒന്ന് ഈ പറയുന്ന പോലെ അവിടെ കൊല്ലപ്പെട്ടു, അതായത് ഇബ്രാഹിം റൈസി എന്ന് പറയുന്ന അവരുടെ പ്രസിഡന്റ് തന്നെ കൊല്ലപ്പെട്ടു. ആ കൊല്ലപ്പെട്ടത് കൂടാതെ നമുക്കെല്ലാം അറിയുന്നത് പോലെ ഇസ്മയിൽ ഹനിയ എന്ന് പറയുന്ന ഹമാസിൻ്റെ ചീഫായിരുന്നയാൾ കൊല്ലപ്പെടുന്നത് എവിടെ വെച്ചാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഇറാനിൽ ടെഹ്റാനിൽ വെച്ചിട്ട് ഹൈ സെക്യൂരിറ്റി ഏരിയയിൽ വെച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ വളരെ ലളിതമായിട്ട് അദ്ദേഹത്തെ തട്ടിക്കളയുന്നത്. റൂമിൻ്റെ പകുതി അടക്കം തകർന്നു പോയ ബോംബ് പൊട്ടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് കൂടാതെ ഹിസ്ബുള്ളയുടെ ചീഫായിട്ടുള്ള ഹസൻ നസറുള്ള അദ്ദേഹം കൊല്ലപ്പെട്ടു, നമുക്കറിയാം. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു പിൻഗാമിയാകും എന്ന് തീരുമാനിച്ചിരുന്ന ഹാഷിം സഫിയുദ്ദീൻ, ഇവരുമൊക്കെ കൊല്ലപ്പെട്ടു. ഈ കൊല്ലപ്പെട്ടപ്പോഴും മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം കൂടിയുണ്ട്. അത് ഈ ക്വാഡിൻ്റെ ചീഫായിട്ടുള്ള ഇസ്മയിൽ ഖാനി എന്ന് പറയുന്ന IRGCയുടെ, അതായത് ഈ പറയുന്ന ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിൻ്റെ ഒരു ബ്രിഗേഡിയറുണ്ട്. അദ്ദേഹത്തെയാണ് ഇതിൻ്റെ ചീഫായി വെച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ചീഫ് ഈ ഹസൻ നസറുള്ളയുമായിട്ടുള്ള ഒരു മീറ്റിങ്ങിന് അതേ സ്ഥലത്തേക്ക് പോകാനിരുന്നതാണ്. പക്ഷേ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ്, മണിക്കൂറുകൾക്ക് മുമ്പ് അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ മീറ്റിംഗ് ക്യാൻസൽ ചെയ്തു, അല്ലെങ്കിൽ ഇദ്ദേഹവും കൊല്ലപ്പെട്ടാണ്. അപ്പോൾ ഇദ്ദേഹം പോലും ഇസ്രായേലിൻ്റെ ഒരു ചാരനാണോ അതോ മൊസാദിൻ്റെ ഏജൻ്റാണോ എന്ന് പറയുന്ന സംശയമുണ്ടായി. എന്ന് പറഞ്ഞാൽ ഇറാന് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മൊസാദ് അവരുടെ രാജ്യത്തിനകത്ത് വലിയ തോതിൽ കടന്നു കയറിയിരിക്കുന്നു എന്നാണ്. ഇങ്ങനെ 4 ഭാഗത്ത് നിന്നുമുള്ള അറ്റാക്കുകളിൽ ആകെ തകർന്നടിഞ്ഞിട്ടുള്ള ഒരു രാഷ്ട്രമാണ് നിങ്ങൾ അറിയേണ്ടത് ഇറാൻ എന്ന് പറയുന്നത്. കൂടാതെ ഇറാനിൽ നിന്ന് രക്ഷപ്പെട്ടു പോയിട്ടുള്ള, പുറത്താക്കിയിട്ടുള്ള നിരവധി പത്രപ്രവർത്തകർ, മറ്റ് ആളുകളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വലിയ ഇൻഫ്ലുവൻസ് ചെലുത്തുകയും അതിൽ പലർക്കുമൊക്കെ, ഞാനിപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല, ഇതെല്ലാം ഞാൻ നാരദ ന്യൂസിൽ വിശദമായി വീഡിയോ ചെയ്തതാണ്. അവർക്കെല്ലാം തന്നെ 10 ലക്ഷത്തിൽ പരം വ്യൂവേഴ്സൊക്കെ തന്നെ, 1 മില്യൺ വ്യൂവേഴ്സൊക്കെ തന്നെ സബ്സ്ക്രൈബേഴ്സൊക്കെ തന്നെ ഈ ഇറാനിലടക്കം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ള വലിയ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ രാജ്യത്ത് ഇത്രമാത്രം വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൂടി ഉണ്ടാകുന്നത്. അതുകൊണ്ട് അവിടെയൊക്കെ പ്രൊട്ടസ്റ്റിൽ പങ്കെടുത്താൽ, കേരളത്തിൽ പ്രൊട്ടസ്റ്റിൽ പങ്കെടുക്കുന്ന പോലെ നിങ്ങൾ വിചാരിക്കരുത് രാവിലെ ജയിലിൽ പോകും, 3 ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരും, വീട്ടിൽ വന്ന് കഞ്ഞി കുടിക്കാമെന്ന് വിചാരിക്കരുത്. കാരണം അവിടെ നിസ്സാരമായ ശിക്ഷകളേ ഉള്ളൂ. ആളുകളുടെ തലവെട്ടി കളയുക, തൂക്കിലേറ്റുക, കൊന്നുകളയുക എന്നൊക്കെയുള്ളതാണ് ശിക്ഷ. അപ്പോൾ അത്തരത്തിലുള്ള ശിക്ഷകളെയൊക്കെ അവഗണിച്ച് പോലും ജനങ്ങൾ വളരെ ധൈര്യത്തോടു കൂടി മുന്നോട്ട് വന്ന് അതിനിശ്ചിതമായിട്ടുള്ള പ്രക്ഷോഭമാണ് നടത്തുന്നത്. അവർ പറയുന്നത് ഡെത്ത് ടു ദ ഡിക്റ്റേറ്റർ എന്നാണ്. നേരത്തെ ആദ്യം മഹ്സാമിനിയുടെ കാര്യത്തിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ആ ഹിജാബ് മാറിക്കിടന്നതിൻ്റെ പ്രക്ഷോഭം ഏറ്റവും അവസാനം ഡെത്ത് ടു ഡിക്റ്റേറ്റർ എന്നുള്ളതിലേക്കായിരുന്നു. ഈ പറയുന്ന പോലെ ഡിക്റ്റേറ്റർ എന്ത് ചെയ്യട്ടെ, തുലയട്ടെ, അദ്ദേഹം എന്ത് ചെയ്യട്ടെ, പോട്ടെ എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വലിയ തോതിലുള്ള പ്രക്ഷോഭത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ പ്രക്ഷോഭം നാൾക്ക് നാൾ കൂടി വരികയാണ്. ആദ്യം ഇത് 31 പ്രവിശ്യകളിൽ 25 പ്രവിശ്യകളിലേക്കും 200ഓളം വരുന്ന നഗരങ്ങളിലേക്കുമാണ് വ്യാപിച്ചതെങ്കിൽ ഓരോ ദിവസം കഴിയും തോറും ഇത് വലിയ തോതിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായി ഇപ്പോൾ തൽക്കാലം അവിടെയുള്ള ആയത്തുള്ള അലി ഖൊമേനി, അദ്ദേഹത്തിന് 86 വയസ്സുണ്ട്, അദ്ദേഹം തന്നെ ഒളിവിലാണെന്ന് കേൾക്കുന്നു. അദ്ദേഹം ചാർട്ടർ ചെയ്ത വിമാനത്തിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളിലേക്ക് രക്ഷപ്പെട്ടാലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം ഇത് അടിച്ചമർത്താൻ 2022 ഒരു പ്രക്ഷോഭം അടിച്ചമർത്താൻ ഇറങ്ങിയതുപോലെ IRGC പോലും, അല്ലെങ്കിൽ അതുപോലെയുള്ള സൈനിക പോലും, ഒഫീഷ്യൽ സൈന്യം പോലും കൃത്യമായി ഇറങ്ങാൻ മടി കാണിക്കുകയാണ്. അങ്ങനെ അവരുടെ വീടുകളിൽ നിന്ന് പോലും അവർക്ക് പോലും വലിയ പ്രക്ഷോഭം ഉണ്ടായിരിക്കുകയാണ്. ഇതിനെയൊക്കെ ഒന്ന് മൈൽഡാക്കാൻ വേണ്ടിയിട്ട് $7 ആവശ്യ സാധനങ്ങൾ മേടിക്കാൻ എല്ലാ കുടുംബങ്ങളിലേക്കും കൊടുക്കാൻ തീരുമാനിച്ചു. $7 എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര രൂപയാണെന്ന് അറിയണം. ഏതാണ്ട് 650 രൂപയടുത്തുള്ള രൂപ എല്ലാ കുടുംബങ്ങളിലേക്കും കൊടുക്കാൻ തീരുമാനിച്ചു. പക്ഷെ അതൊന്നും കൊണ്ട് ഈ പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ കഴിയുന്നില്ല. പക്ഷെ ഇപ്പോൾ ഗവൺമെൻറ് പറയുന്നത് ഞങ്ങൾ കൂടുതൽ സാമ്പത്തിക സഹായം നൽകുമെന്നുള്ളതാണ്. ഇതൊക്കെ സംഭവിക്കുന്നതിന് തൊട്ട് മുമ്പ് ഈ ആയത്തുള്ള അലി ഖൊമേനി മാറിയിട്ട്
പകരക്കാരനായി ആര് വരും എന്നുള്ളൊരു സംശയത്തിലായിരുന്നു. അവിടെ പറഞ്ഞു കേട്ടിരുന്ന പേരുകൾ ആയത്തുള്ള റൂഹുല്ല ഖൊമൈനി എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹം ഈ പ്രക്ഷോഭത്തിൻ്റെ നായകനായിരുന്നു 1979 ആ ഷാ ഭരണകൂടത്തെ തകർത്തെറിയാൻ. അദ്ദേഹത്തിൻ്റെ മകൻ ഹസൻ ഖൊമൈനി വരും എന്നാണ് കേട്ടിരുന്നത്. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ മകൻ ഈ പറയുന്ന പോലെ മുജ്തബ എന്ന് പറയുന്ന ആയത്തുള്ള അലി ഖൊമൈനിയുടെ തന്നെ മകൻ, അദ്ദേഹമാണ് ഈ പറയുന്ന IRGCയുടെ ചീഫും അവരുമായിട്ട് വലിയ അധികാരവും ഉണ്ടായിരുന്നു. അദ്ദേഹം വരുമെന്ന് കേൾക്കുന്നു. മുൻ പ്രസിഡൻ്റായിട്ടുള്ള ഹസൻ റുഹാനി, ഇവരുടെയൊക്കെ പേരുകളാണ് കേട്ടിരുന്നത്. പക്ഷേ ഇനിയിപ്പോൾ ഈ പിൻഗാമികളുടെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. മിക്കവാറും ഭരണം മറ്റുള്ള ആളുകൾ പിടിച്ചേക്കും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പേര് കൂടി പറയാതെ പോകാൻ വയ്യ. അത് ഷാ മുഹമ്മദ് റിസ്ല അൽ ഖലവി എന്ന് പറയുന്ന അദ്ദേഹത്തെയാണ്, ഷാ ഭരണകൂടത്തെയാണ് തകർത്തെറിഞ്ഞ് ഇവർ അധികാരം പിടിച്ചെടുത്തത്. അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള റിസ ഷാ പഹ്ലവി എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ വലിയ തോതിലുള്ള ജനപ്രീതി അവിടെ കൂടി വരുന്നുവെന്നും അദ്ദേഹം തിരികെ വന്ന് ഭരണം ഏറ്റെടുക്കണമെന്നുള്ള മുറവിളികൾ കൂടി കേൾക്കുന്നുണ്ട്. പക്ഷേ ആയത്തുള്ള അലി ഖൊമൈനി ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ഇസ്രായേലും അമേരിക്കയും കൂടി നടത്തുന്ന പണിയാണെന്നാണ്. അതിലും നമുക്ക് തർക്കമൊന്നുമില്ല. കാരണം ഒരു രാജ്യത്ത് ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അമേരിക്കയുടെ ശത്രു കൂടിയാകുമ്പോൾ അമേരിക്ക അവിടെ പണിയെടുക്കുന്നുണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. പക്ഷേ അമേരിക്കയേക്കാൾ വളരെ മോശം, സ്വന്തം ജനതയോട് പോലും വളരെ മോശമായി പെരുമാറുന്ന ഒരു ഭരണകൂടമാണ് ആയത്തുള്ള അലി ഖൊമൈനിയുടേത്. അത് പോകാൻ ഇനി അധിക നാളുകളില്ല എന്ന് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. ട്രംപ് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതുകൂടി നമ്മൾ കേൾക്കണം. അതുകൂടി കേട്ടാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇറാനിൽ സംഭവിക്കുന്നത് എന്താണെന്ന് മനസ്സിലാവും. പ്രതിഷേധിക്കുന്നവരെ കൊന്നൊടുക്കാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ US അവരുടെ രക്ഷക്കെത്തും, ഞങ്ങൾ ഇറാനെ ആക്രമിക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ വെനസ്വേലയിൽ എന്താണ് സംഭവിച്ചതെന്നറിയാം. അതിനേക്കാൾ വലിയ, ട്രംപ് ഇടപെട്ടാലും നമുക്ക് പോലും കുറ്റം പറയാൻ കഴിയാത്ത സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ഇറാനിലുള്ളത്. അപ്പോൾ ഇറാനിൽ ഇത്തരത്തിൽ ഉള്ള ഒരു ഭരണകൂടം, റിസ ഷാ പഹ്ലവിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണകൂടം ഇനി അമേരിക്കയുടെ പിന്തുണയോടുകൂടി സ്ഥാപിക്കപ്പെട്ടാലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. ഇത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ ഇറാനിൽ ഏറ്റവും ലേറ്റസ്റ്റായി നിങ്ങളോട് അപ്ഡേറ്റ് ചെയ്യാനുള്ളത്.